അഡ്വഞ്ചർ 390Xും നമ്മുടെ ഹിമാലയൻ 450യുടെ കമ്പാരിസനാണ്. കാരണം ഒരേ പ്രൈസ് റേഞ്ചിലാണ് ഈ രണ്ട് മോട്ടോർ സൈക്കിളും വരുന്നത്. ടോർക്കി എഞ്ചിനാണെന്നാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് തന്നെ ക്ലെയിം ചെയ്യുന്നത്. ഒരു മെഷീനിൽ എൻ്റെ പവർ കൂടുതലാണ്, ഒരെണ്ണത്തിൽ ടോർക്ക് കൂടുതലാണ്. 3940 ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ. പക്ഷേ ഇതിൽ ഹ്യൂജ് ഡിഫറൻസ് വരുന്നത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്താൽ എഞ്ചിനകത്തോട്ട് വെള്ളം കയറുന്നില്ല എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. എത്രത്തോളം അത് ജെനുവിൻ ആണെന്നുള്ളത് നമ്മൾ ആരെങ്കിലും യൂസ് ചെയ്ത് നോക്കിയാലേ പറ്റത്തുള്ളൂ. പിന്നെ വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഹിമാലയൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിൽസ് കൊണ്ടുപോകും, പക്ഷെ മറിഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പൊക്കാൻ നമ്മൾ ഒരാളെ വിളിക്കും. വെൽക്കം ടു ഓട്ടോ സ്പേസ്. അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അഡ്വഞ്ചർ 390Xും നമ്മുടെ ഹിമാലയൻ 450യുടെ കമ്പാരിസനാണ്. കാരണം ഒരേ പ്രൈസ് റേഞ്ചിലാണ് ഈ രണ്ട് മോട്ടോർ സൈക്കിളും വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ മോട്ടോർ സൈക്കിൾസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് സെയിം പ്രൈസിൽ? അപ്പം ആദ്യം നമുക്ക് അഡ്വഞ്ചർ 390X റീസെൻ്റ്ലി ലോഞ്ച് ആണ്, Gen 2 ആണ് വരുന്നത്. അപ്പം അതിനെക്കുറിച്ച് പറയാം. അവർ ഡാക്കാർ റാലി ഡിസൈൻ ഇപ്പം ഇൻസ്പയർ ആണ് മോഡൽ കൊണ്ടുവന്നിരുന്നത്. പഴയ ജനറേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡ്യൂക്കിൽ നിന്ന് കടമെടുത്ത ഡിസൈൻ ആയതുകൊണ്ട് തന്നെ അത്രയും ഓഫ് റോഡ് കേപ്പബിൾ അല്ലായിരുന്നു. ബട്ട് ദിസ് വൺ ഈസ് ഡിഫറെൻറ്റ്. ബിൽട്ട് ഇൻ ഓഫ് റോഡറാണ് ഈ ഒരു മോഡൽ. ഇതിൽ എക്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, 80% ടൂറിങ്, 20% ഓഫ് റോഡിങ്, അങ്ങനെയാണ് അവരിത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ പഴയ മോഡലിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഫീച്ചർ അപ്ഡേറ്റും ആയിട്ടാണ് അവർ എക്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് എഗെയിൻസ്റ്റ് എങ്ങനെയാണ് നമ്മുടെ ഹിമാലയൻ 450 കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഹിമാലയൻ 450യിൽ വരാൻ നേരത്ത് നമുക്കൊരു 452cc എഞ്ചിന് വരുന്നുണ്ട്. ഒരു 40 bhp 40 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോർക്കി എഞ്ചിനാണെന്നാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് തന്നെ ക്ലെയിം ചെയ്യുന്നത്. അതേസമയം നമ്മുടെ KTMലോട്ട് പോകുന്ന സമയത്ത് ഒരു 46 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 39 Nm ടോർക്ക് വരുന്നൊരു മോട്ടോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം കമ്പാരിസൺ ചെയ്യുമ്പം ഒരു മെഷീനിൽ എൻ്റെ പവർ കൂടുതലാണ്, ഒരെണ്ണത്തിൽ ടോർക്ക് കൂടുതലാണ്. 3940 ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ. പക്ഷേ ഇതിൽ ഹ്യൂജ് ഡിഫറൻസ് വരുന്നത് വെയിറ്റാണ്. ഒന്ന് 182 kgs വരുന്നുള്ളൂ, മറ്റൊന്ന് 196 kgs. അപ്പോൾ ഓൾമോസ്റ്റ് 10 to 12 kgs എക്സാക്റ്റ് കിട്ടുന്നില്ല. അത് 10+ kgs ഹെവിയറാണ് ഹിമാലയൻ. അപ്പം ആ ഒരു ഹെവിനെസ് നമുക്ക് ഹിമാലയൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുവാണെങ്കിൽ നമുക്ക് എക്സിന് അഡ്വഞ്ചർ 390Xൽ വരുമ്പം 228 വരുന്നുണ്ട്. നമ്മുടെ അതേസമയം നേരെ നമ്മുടെ ഹിമാലയനിൽ വരുമ്പം 230 ആണ് വരുന്നത്. അപ്പം ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. ഗ്രൗണ്ട് ക്ലിയറൻസും ഓൾമോസ്റ്റ് ഈക്വലാണ്. പിന്നെ എക്സോസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ് നമ്മുടെ അഡ്വഞ്ചർ 390Xന് കൊടുത്തേക്കുന്ന KTM. ഹിമാലയനിന് നേരെ വരാൻ നേരത്തെ ഒരു അപ്സെപ്റ്റ് എക്സോസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. അപ്സെപ്റ്റ് എക്സോസിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. ബട്ട് KTM ക്ലെയിം ചെയ്യുന്ന പറഞ്ഞാൽ അവർ അണ്ടർബെല്ലി ആണെങ്കിൽ കൂടി വെള്ളത്തിൽ കൊണ്ടുപോയി അത് ഓഫായാൽ കൂടി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്താൽ എഞ്ചിനകത്തോട്ട് വെള്ളം കയറുന്നില്ല എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. എത്രത്തോളം അത് ജെനുവിൻ ആണെന്നുള്ളത് നമ്മൾ ആരെങ്കിലും യൂസ് ചെയ്ത് നോക്കിയാലേ പറ്റത്തുള്ളൂ. ഞാനടുത്ത് വെള്ളത്തിൽ കൊണ്ടുപോയി ഇറക്കി ഓഫാക്കി ഓണാക്കി നോക്കാനല്ല പറയുന്നത്. എഞ്ചിൻ ഡാമേജോ കാര്യങ്ങളോ വെള്ളം എഞ്ചിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ വാറണ്ടി പോലും അത് കിട്ടത്തില്ല. ആ വാറണ്ടി പോയിടാം. ഡോണ്ട് ട്രൈ ടു കോപ്പി ഇറ്റ്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്ക് അത് വെച്ച് നമ്മൾ രണ്ടും ഈക്വലായിട്ട് തന്നെ നമുക്ക് എന്താ പറയുക, എഞ്ചിനുകൾ ചെയ്യും, കാരണം രണ്ടും ഈക്വലായിരിക്കും. പിന്നെ ഹിമാലയന് വരുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 70 ലിറ്റേഴ്സ് ടാങ്ക് വരുന്നുണ്ട് ഹിമാലയൻ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ കിലോമീറ്റേഴ്സ് കൂടുതൽ കിട്ടും. അതായത് ഒരു 450+ കിലോമീറ്റർ കിട്ടാൻ നമുക്ക്. അതേസമയം നമ്മുടെ KTM 440 അകത്തായിരിക്കും നമുക്ക് നിൽക്കുന്നത്. പക്ഷേ ഇതിലൊരു ക്യാച്ച് ഉണ്ട്. നമ്മുടെ അഡ്വഞ്ചർ 390Xന് വരുമ്പം റിസർവ് 2 ലിറ്റേഴ്സാണ് വരുന്നത്. ഓക്കെ, അതേസമയം ഹിമാലയന് റിസർവ് വരുന്ന 4.5 ലിറ്റേഴ്സാണ്, ഓൾമോസ്റ്റ് 5. അപ്പം യൂസബിൾ പെട്രോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 14.5 ലിറ്ററിൽ നിന്ന് 1.5 പോയാൽ ഓൾമോസ്റ്റ് 13 ലിറ്റേഴ്സ് വരുന്നുണ്ട്. 17 4 പോയി കഴിഞ്ഞാൽ അതും ഓൾമോസ്റ്റ് റഫ്ലി 13 ആണ്. അപ്പം യൂസബിൾ പെട്രോൾ രണ്ടിലും ഒരേപോലെയാണ്. പക്ഷേ സ്റ്റിൽ റിസർവിലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ റിസർവിൽ എപ്പോഴും ഇട്ട് യൂസ് ചെയ്യാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യത്തില്ല. അറിയാമല്ലോ, ഫ്യൂൽ പമ്പും നമ്മൾ ഓൾവേസ് റിസർവിലിട്ട് യൂസ് ചെയ്ത് ഫ്യൂൽ പമ്പ് പോവുകയാണെങ്കിൽ രണ്ട് കമ്പനികളും വാറണ്ടി ക്ലെയിം തരത്തില്ല, അതവർ കട്ട് ചെയ്യും. ബിക്കോസ് റിസർവിന് താഴെ എപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പ് മുകളിൽ ബേൺ ആയിട്ടായിരിക്കും പോകുന്നത്, അത് വാറണ്ടിയിലും വാലിഡ് അല്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിമാലയൻ ഫ്യൂൽ കപ്പാസിറ്റി കൊണ്ട് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് പോകുന്ന ആൾക്കാർ വെയിറ്റ് ചെയ്യുക. കാരണം ഈ റിസർവ് നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് ഇതിന് താഴെ യൂസ് ചെയ്യാൻ നല്ല ലിമിറ്റഡ് ആയിട്ട് നമുക്ക് ആ ഒരു ഫ്യൂൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വെച്ച് നമുക്ക് എക്സ് എടുത്തു കഴിഞ്ഞാലും ഓൾമോസ്റ്റ് ആ സെയിം യൂസേജ് തന്നെ കിട്ടുന്നു. പിന്നെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, എക്സ് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഓടിച്ചായിരുന്നു. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് അമേസിങ്. കാരണം ഒന്നാമത്തെ കാര്യം സീറ്റ് ഹൈറ്റ് കുറവാണ്.
825 mm ഉള്ളൂ. നമ്മുടെ ഹിമാലയനും 825 സ്റ്റാർട്ടിങ്. പക്ഷേ ഹിമാലയൻ്റെ സീറ്റ് കുറച്ച് വൈഡറാണ്. അതേസമയം എക്സിൻ്റെ കുറച്ച് നാരോയാണ്. അപ്പം നാരോ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എക്സ്. പിന്നെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നല്ല രീതിയിൽ അവർ മാനേജ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് വണ്ടിക്ക് മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടി ആ ഒരു ഇത്രയും ഹെഫ്റ്റ്നെസ് ഉള്ള വണ്ടിയാണെന്ന് ഫീൽ ചെയ്യത്തില്ല. അതേസമയം നേരെ നമ്മൾ ഹിമാലയനിൽ കയറി ഇരിക്കുന്ന സമയത്ത് ഹിമാലയൻ നല്ല നല്ല ഭയങ്കര ഹെവിനെസ് ആയിട്ടുള്ള ഒരു ഹെവി മോട്ടോർ സൈക്കിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഹിമാലയൻ ഞാൻ ഓൾമോസ്റ്റ് ലോങ് ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഹിമാലയൻ ലോങ് പോകുന്ന അല്ലെങ്കിൽ ഹൈവേ ക്രൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 100-110 വരെ പ്ലാൻഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സ് പോകുന്ന സമയത്ത് എക്സിൻ്റെ ഒരു എഞ്ചിൻ്റെ ക്യാരക്ടർ നമ്മൾ 390 എന്നുള്ള സെയിം എഞ്ചിനായിരുന്നു. പക്ഷേ ഒരു 3 ടീത്ത് ബാക്കിൽ റിയർ സ്പ്രോക്കലിൽ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഡ്രൈവബിലിറ്റി കൂടുതലുണ്ട്. ഹൈവേ ക്രൂസിംഗ് സ്പീഡ് സ്റ്റിൽ 120 അതിനും ഈവനായിട്ട് പിടിക്കാനായിട്ട് പറ്റും. കമ്പയറിങ് ടു ഹിമാലയൻ ഓൾമോസ്റ്റ് ഇവർ രണ്ടും ഐഡൻറ്റിക്കലാണ്. ഒരു 120 നമ്മുടെ എക്സിന് കൊടുക്കാം, ഹിമാലയൻ ആണെങ്കിൽ ഒരു 110-115 വരെ. പിന്നെ വൈബ്രേഷൻസ് രണ്ടിനും മിഡ് RPMസിൽ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഹിമാലയന് ഓൾമോസ്റ്റ് ഒരു 100-110 സോറി 100-105 110 മുകളിലോട്ട് കുറച്ചും കൂടെ വൈബ്രേഷൻ കുറവാണ്. ഒരു 100 അതിന് താഴോട്ടും വൈബ്രേഷൻ കുറവാണ്. ഇപ്പോൾ ഒരു ക്രൂസിംഗ് സ്പീഡ് നമുക്ക് ഒന്നെങ്കിൽ ഹിമാലയൻ 100 അല്ലെങ്കിൽ 110 മേലെ അല്ലെങ്കിൽ 115 വരെ ആ ഒരു റേഞ്ച് ആയിരിക്കും നമുക്ക് ബെറ്റർ ആയിട്ട്. അതേസമയം KTMലോട്ട് വരുന്ന സമയത്ത് 100 വണ്ടി ലോവർ RPMs വൈബ് കൂടുതലാണ്. അതായത് നമ്മൾ ഒരു 80 ഒരു 90 നമ്മൾ കൈ കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ വൈബ്രേഷൻ ഫീൽ ചെയ്യും. പക്ഷേ നമ്മളെ കുറച്ച് റിവ് ചെയ്ത് ഒരു എബോവ് 6500 RPM മുകളിലാണ് എഞ്ചിൻ നിൽക്കുന്നതെങ്കിൽ സ്മൂത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് 120 നമ്മൾ ക്രൂസ് ചെയ്ത് നമുക്ക് അറിയത്തില്ല, വലിയ വൈബ്രേഷനും കാര്യങ്ങളും ഇല്ല, ഈസി ആയിട്ട് അത് പോവും. പിന്നെ നമുക്ക് റിയർ ABS സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് രണ്ടിലും വരുന്നുണ്ട്. എക്സിലും വരുന്നുണ്ട്, നമ്മുടെ ഹിമാലയനും വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ടിൽ നമുക്കൊരു ബിഗർ ഡിസ്ക് 320 mm രണ്ടിനും ബിഗർ ഡിസ്ക് വരുന്നുണ്ട്. പിന്നെ ഹിമാലയന് സ്പോക്ക് വീൽസ് ആണ് വരുന്നത്, ട്യൂബിലാണ് വരുന്നത്. അതേസമയം അഡ്വഞ്ചർ 320 എക്സിനാകുമ്പം 19 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് വരുന്നത്. ഹിമാലയൻ 21 ഇഞ്ചിൻ്റെ റിംസ് ആണ് വരുന്നത് കേട്ടോ. 19 ഇഞ്ച് അലോയ്സിൻ്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സോഫ്റ്റ് റോഡിങ്ങും പ്ലസ് നമ്മൾ ഹൈവേ ടൂർ ചെയ്യുന്ന ആൾക്കാർക്ക് അലോയ്സ് ആയിരിക്കും ബെറ്റർ. കാരണം പഞ്ചറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിംസ് ആണെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ഓപ്ഷനേ വരുന്നുള്ളൂ, പിന്നെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ ഒരു കോമ്പൻസേറ്റൻ്റിൽ ഹിമാലയനൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ചെയ്ത് ഒരു ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ് വണ്ടി ഇറക്കാം. ഒരു 12,000 രൂപ വണ്ടിയിൽ കൂടുതലായിരിക്കും. അപ്പം സ്റ്റാർട്ടിങ് വേരിയൻ്റ് എനിക്ക് തോന്നുന്നു ഹിമാലയന് 3,70,000 സംതിങ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ 13,000 3,80,000-85 അടുപ്പിച്ച് വരും. അതേസമയം നമ്മുടെ എക്സ് വേരിയൻറ്റും ഓൾമോസ്റ്റ് 3,70,000-80 തന്നെയാണ് വരുന്നത്. അപ്പം ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് വേരിയേഷൻ ഉണ്ടാവും. ഒരു വണ്ടിപ്പുറത്ത് തന്നെ ഒരു 5K അല്ലെങ്കിൽ 6K കൂടുതലായിരിക്കും ഹിമാലയന്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ ഡിഫറൻസ് ഫീൽ ചെയ്ത ആക്സസറീസാണ്. നമുക്ക് ഹിമാലയന് ഈച്ച് ആൻഡ് എവറി ആക്സസറീസ് പെയ്ഡാണ്. അതായത് ഇപ്പോൾ എൻജിൻ ഗാർഡ് ആയാലും സം ഗാർഡ് ആയാലും നമ്മൾ എല്ലാത്തിനും ഇൻഡിവിജ്വലി പേ ചെയ്താണ് നമ്മൾ വാങ്ങുന്നത്. അതായത് ഇപ്പം നമ്മൾ അലോയ് ഒരു ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ് വെച്ച് വണ്ടി എടുത്തു, ഒരു 3,80,000 ആയെന്ന് വയ്ക്കുക. എനിക്ക് എൻജിൻ ഗാർഡ് ആഡ് ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് 4,000 അടുപ്പിച്ച് എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യണം. സം ഗാർഡ് ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മളൊരു 3 to 4K ആഡ് ചെയ്യണം. അതേസമയം അഡ്വഞ്ചറിലാണെങ്കിൽ 390 എക്സിലാണെങ്കിൽ അവർ സ്റ്റോക്കായിട്ട് തന്നെ എൻജിൻ ഗാർഡ് കൊടുക്കുന്നുണ്ട്. വിത്ത് റോൾ ബാർസ് പോലെ ഇരിക്കുന്ന ഒരു എൻജിൻ ഗാർഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സം ഗാർഡ് ഇൻബിൽഡായിട്ട് ഒരു അലുമിനിയത്തിൻ്റെ തന്നെ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ വാറണ്ടി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നോർമൽ എല്ലാ മോട്ടോർ സൈക്കിളും 2 years 30,000 കിലോമീറ്ററാണ് വരുന്നത്. പക്ഷേ നമുക്ക് അഡീഷണൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. KTM അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ നിന്ന് കൊടുക്കുന്ന 5 വർഷം അല്ലെങ്കിൽ 70,000 കിലോമീറ്റർ വാറണ്ടി ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേസമയം നിങ്ങൾ ഹിമാലയൻ എടുക്കാൻ പോകുന്ന സമയത്ത് അവർ അഡീഷണൽ 3 വർഷത്തെ വാറണ്ടിക്ക് ചാർജ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 5,800 rupees ആണ്. പിന്നെ 1 year റോഡ് സറസ്റ്റൻസ് രണ്ടിനും ഫ്രീ ഓഫ് കോസ്റ്റിൽ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. ഇത്രയും ഡിഫറൻസുകളാണ് വണ്ടിയിൽ വരുന്നത്. പിന്നെ സർവീസിൻ്റെ ഒരു ഇൻ്റർവെൽസ് പറയാൻ നേരത്ത് നമുക്ക് ഫസ്റ്റ് സർവീസ് KTMന് വരുന്നത് 1,000 kilometers ഓർ 45 days. അതേസമയം റോയൽ എൻഫീൽഡിലാണെങ്കിൽ 500 kilometers ഓർ 45 days ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ 5,000 ഇൻ്റർവെൽസിലാണ് നമ്മുടെ റോയൽ എൻഫീൽഡിന് ജനറൽ ചെക്കപ്പ് വരുന്നത്. 10,000 കിലോമീറ്ററിൽ മെയിൻ സർവീസ്, 5,000 കിലോമീറ്ററിൽ ജനറൽ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ആകത്തില്ല, ജസ്റ്റ് ജനറൽ വണ്ടിയുടെ വേറെ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യത്തുള്ളൂ. അതേസമയം നേരെ KTMലോട്ട് പോകുന്ന സമയത്ത് ഓരോ 7,500 കിലോമീറ്റർ ഇൻ്റർവെൽസിലാണ് അവർ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് പോകുന്നത്. 6 months അപ്പാർട്ടാണ് വരുന്നത്. 2 ബ്രാൻഡ്സിലും 6 months അപ്പാർട്ടാണ് ഈ സർവീസ് വരുന്നത്. സർവീസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ഉണ്ട്, ഓൾമോസ്റ്റ് രണ്ടും ഈക്വലായിട്ടായിരിക്കും വരുന്നത്. കാരണം KTMന് ഓൾമോസ്റ്റ് 2,500 to 3,000 ഉള്ളിലാണ്,
സെയിം ആസ് ഹിമാലയനും ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ മോട്ടീവുകളുടെ ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് KTM യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു റോയൽ എൻഫീൽഡ് അവരുടെ സ്വന്തം ഓയിൽ എന്തോ ആണ് യൂസ് ചെയ്യുന്നത്, ലിക്വിഡ് ഗൺ എന്തോ ഓയിലാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വണ്ടിയിൽ മേജർലി ഞാൻ ഓവറോൾ ഈ ഒരു എക്സ്പീരിയൻസ് അവരെ ഡീറ്റെയിൽഡായിട്ട് തിരക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു റിവ്യൂ. ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓഫ് റോഡ് ഓഫ് റോഡ് നിങ്ങൾ പോകണം, എന്താ പറയുക, കുറച്ച് ട്രെയിൽ സെക്ഷനിലൊക്കെ പോകാനായിട്ട് എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ ഹിമാലയൻ തന്നെയാണ്. എക്സ് എന്ന് പറഞ്ഞ ഒരു ലോങ് ഡ്രൈവ് പ്ലസ് ഒരു മൈൽഡ് ഓഫ് റോഡിങ് ചെയ്യാൻ എക്സ് ബെറ്റർ ആയിരിക്കും. പിന്നെ വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഹിമാലയൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിൽസ് കൊണ്ടുപോകും, പക്ഷെ മറിഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പൊക്കാൻ നമ്മൾ ഒരാളെ വിളിക്കേണ്ടി വരും. അതേ സമയത്ത് ഇപ്പോൾ നമ്മുടെ എക്സും കൊണ്ടാണ് ചിലപ്പോൾ ഒരു ഓഫ് റോഡ് ട്രെയിൽ പോയാലും നമുക്ക് ഇപ്പം ജസ്റ്റ് ഫോളോ ആയാലും നമുക്ക് എടുക്കാനും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ രണ്ടിനും ഡിസ്പ്ലേ വരുന്ന കളർ TFT ആണ് പറഞ്ഞാൽ ഒരു 5 ഇഞ്ച് കളർ TFT വരുന്നുണ്ട് നമ്മുടെ KTM-ന്. അതേപോലെ തന്നെ തിരിച്ച് ഒരു റൗണ്ട് TFT ആണ് നമ്മുടെ ഹിമാലയനും വരുന്നത്. ഹിമാലയന് പിന്നെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി രണ്ടിനും കോമൺ ആണ്. ഹിമാലയന് നമുക്ക് നാവിഗേഷൻ വരുന്നുണ്ട്, മിറർ ചെയ്യുന്ന പോലെയാണ് വരുന്നത്, അതായത് ഫുൾ വ്യൂ ആണ് വരുന്ന മാപ്പിൻ്റെ. അപ്പം നമുക്ക് റിയൽ ലൈഫ് പോലെ തന്നെ നമുക്ക് മാപ്പ് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഗൂഗിൾ മാപ്സ് ഫോണിൽ യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ ഫോണിൽ നിന്ന് കാസ്റ്റ് ചെയ്ത് നമുക്കതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ എത്രത്തോളം ബെനിഫിറ്റ് ആണെന്നുള്ള കേസ് എനിക്കറിയത്തില്ല, കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ലാഗ് അതിൽ വരുന്നുണ്ട്. പിന്നെ ഹിമാലയയിൽ വരുന്ന ടോഗിൾ സ്വിച്ച് വരുന്നുണ്ട് നമുക്ക്, അത് ജോയിസ്റ്റിക്ക് അത്യാവശ്യം ഫ്ലിംസിയാണ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അതേസമയം KTM-ൻ്റെ സ്വിച്ച് ഗിയർ കുറച്ചും കൂടെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സ്വിച്ച് ഗിയേഴ്സിലെ പ്രീമിയംനെസ് KTM-ലാണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ വൈസർ ഹിമാലയനിലെ സ്റ്റോക്ക് വൈസർ കുറച്ച് ചെറുതാണ്. നമ്മുടെ KTM-ൽ അവർ അതിലും കോംപ്രമൈസ് ചെയ്തിട്ട് ഒരു ടോളർ വൈസർ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വിൻഡ് ഡിഫ്ലക്ഷനും കാര്യങ്ങളും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. നമുക്ക് റോയൽ എൻഫീൽഡിൽ നമുക്ക് അഡീഷണൽ ആക്സസറി ആയിട്ട് വാങ്ങാൻ പറ്റും ടൂറിംഗ് വൈസർ, പക്ഷേ അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അപ്പം കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഹിമാലയൻ ബേസ് മോഡൽ എടുക്കുവാണ്, ബേസിൽ സ്റ്റാർട്ടിങ് ഗ്യാസ് ബ്രൗൺ മോഡൽ എടുത്തിട്ട് നമ്മൾ ട്യൂബ്ലെസ് സ്പോക്ക് വീൽസും ആക്സസറീസ് എല്ലാം കൂടി ചെയ്യുമ്പോൾ ഒരു ഓൾമോസ്റ്റ് 4 lakhs വരും. അവിടെ നമ്മുടെ KTM Adventure 3 X നോക്കിക്കഴിഞ്ഞാൽ അത് സ്റ്റിൽ കോസ്റ്റ് ഓൺലി 3,78,000 വിത്ത് ഓൾ ദ ഫീച്ചേഴ്സ്, ഓൾ ദ വെൽസ് ആൻഡ് വിസിൽസ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പിക്ക് നോക്കുവാണ്, ഞാൻ ലോങ് ഡ്രൈവ്സ് ആണ് കൂടുതൽ ചെയ്യുന്നത്, ചെറിയ ഓഫ് റോഡിങ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ ഫോർ എക്സ്. അല്ലാത്ത പക്ഷം സ്റ്റിൽ ഞാൻ ഹാർഡ് കോർ എന്തൂസിയാസ്റ്റ് ആണ്. എനിക്ക് എൻ്റെ ബഡ്ജറ്റ് ടൈറ്റ് ആണ്, 4 lakhs മാത്രമേ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഓഫ് റോഡ് നല്ല കേപ്പബിൾ ആയിട്ടുള്ള മെഷീൻ തന്നെ, എനിക്ക് ട്രെയിൽസൊക്കെ എടുക്കണം, ഈ ഒരു ബഡ്ജറ്റിനുള്ളിൽ തന്നെ പോകണം എന്നുള്ളവർ മാത്രം നമ്മുടെ ഹിമാലയനിലോട്ട് ഫോക്കസ് ചെയ്യുക. പിന്നെ സർവീസിൻ്റെ ഹിസ്റ്ററി ഓബിയസ്ലി നമുക്കറിയാം. KTM ഓൾമോസ്റ്റ് ആദ്യത്തെ വണ്ടി തൊട്ട് ലിക്വിഡ് കൂൾഡ് വണ്ടികളാണ് ചെയ്തു വരുന്നത്. ഹിമാലയയിൽ വരുന്ന ഷെർപ്പ പുതിയൊരു എൻജിൻ സീരീസാണ്, ഇപ്പോൾ ഓൾമോസ്റ്റ് 2 years ആവുന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ റിലയബിലിറ്റി കാര്യങ്ങളെല്ലാം പഠിച്ച് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എത്രത്തോളം അതിൻ്റെ സർവീസ് വാസ്റ്റ് ആയിട്ടുണ്ട്, സർവീസിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളതെല്ലാം നമ്മുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂവിലായിരിക്കും നമ്മൾ കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിക്കാം. എക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് 2 years ഓൾമോസ്റ്റ് അവർ ആദ്യം തൊട്ടേ ലിക്വിഡ് കൂൾഡ് വണ്ടികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് എഞ്ചിനാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അതും നമ്മൾ 390 വന്നിട്ടുണ്ടായിരുന്നു, അതും ഓൾമോസ്റ്റ് 2 to 3 years ആവുന്നു. അപ്പോൾ അത് റിലയബിളാണ്, ഇപ്പം സ്റ്റേബിളാണ് ആ വണ്ടി. അപ്പം സർവീസിൽ ഒബ്വിയസ്ലി KTM ആയിരിക്കും ബെറ്റർ ആയിട്ട് വരുന്നത്. റോയൽ എൻഫീൽഡ് സ്റ്റിൽ ദേ ആർ ഗ്രോയിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് Adventure 390Xഉം ഹിമാലയൻ 450യും കുറിച്ച് ഷെയർ ചെയ്യാനായിട്ടുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണും വരെ ബൈ ബൈ.